അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ തജ്വീദിന്റെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. അദ്ദർസു സാനി, യൂണിറ്റ് 2. അൽ ഖുർറാഉൽ അശറ, 10 കാര്യങ്ങൾ. 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണ രീതി മുസ്ലിം ലോകത്തിന് പഠിപ്പിച്ച പ്രസിദ്ധരായ, നമ്മൾ ഇന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന ആ രീതി പഠിപ്പിച്ച പ്രസിദ്ധരായ 10 കാര്യങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ വിശകലനം ചെയ്യുന്നത്. റഖബ് എന്ന് പറഞ്ഞ നമ്പറാണ്, ഈ നമ്പറുകൾ. ഖുറാ എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ. 1 ഇമാം നാഫിഉൽ മദനി റളിയല്ലാഹു അൻഹു. 2 ഇമാം അബ്ദുല്ലാഹിബ്നു കസീരിൽ മക്കി റളിയല്ലാഹു അൻഹു. 3 ഇമാം അബൂ അംറിൽ ബസ്വരി റളിയല്ലാഹു അൻഹു. 4 ഇമാം അബ്ദുല്ലാഹിബ്നു ആമിർ ഷാമി റളിയല്ലാഹു അൻഹു. 5 ഇമാം ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു. 6 ഇമാം ഹംസത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. 7 ഇമാമുൽ കിസാഇൽ കൂഫി റളിയല്ലാഹു അൻഹു. 8 ഇമാം അബൂ ജാഫർ അൽ മദനി റളിയല്ലാഹു അൻഹു. 9 ഇമാം യാക്കൂബുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു. 10 ഇമാം ഖലഫുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഇവരിൽ കൂഫയിലെ ഷെയ്ഖുൽ ഖുറാഇ എന്നറിയപ്പെടുന്ന ഇമാം ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹഫ്സ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഖിറാഅത്താണ് നാം ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ഖിറാഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്നാണ് ആസിം എന്നവർ ഖുർആൻ പഠിച്ചത്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നീ സഹാബികളിൽ നിന്നും ഇവർ നബി തങ്ങളിൽ നിന്നും ഖുർആൻ സ്വീകരിച്ചു. അപ്പോൾ ഖുർആൻ പാരായണ ശൈലി നമുക്ക് കിട്ടിയ ആ ഒരു പരമ്പരയാണ് ഇവിടെ പറയുന്നത്. കൂഫയിലെ ഷെയ്ഖുൽ ഖുറാ എന്നറിയപ്പെടുന്ന ഇമാം ആസിം റളിയല്ലാഹു അൻഹു, ആസിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ കൂഫയിലെ ഷെയ്ഖുൽ ഖുറാ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൽ നിന്നും ഹഫ്സ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഖിറാഅത്താണ് നാം ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവർ ഓതുന്നതായിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം കേട്ടു, ഹഫ്സ് റളിയല്ലാഹു അൻഹു കേട്ടു. എന്നിട്ട് ആ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ന് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് ഇന്നത്തെ ഖിറാഅത്ത്. ഉസ്താദുമാർ വഴിയും അതിനു മുമ്പുള്ള സ്വഹാബിമാർ വഴി, തബഉ താബിഈങ്ങൾ വഴി, പണ്ഡിതന്മാർ വഴി, ഉസ്താദുമാരോട് നമുക്ക് കിട്ടിയതാണ്. അതിന്റെ ആദ്യ ഉറവിടം എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത്, പിന്നെ ഇങ്ങനെ ഇമാം ആസിം റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് ഹഫ്സ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒടുവിൽ നമ്മുടെ അടുത്തെത്തി. ഇതാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ഖിറാഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച അബൂ അബ്ദുറഹ്മാൻ ഇബ്നു ഹബീബി സുലമി റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്നാണ് ആസിം എന്നവർ ഖുർആൻ പഠിച്ചത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആസിം റളിയല്ലാഹു അൻഹു എവിടെ നിന്നാണ് ഖുർആൻ പഠിച്ചത്? അന്നത്തെ ഖലീഫയാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ഖിറാഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി എന്നിവരിൽ നിന്നാണ് ആസിം റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ചത്. മാത്രമല്ല, അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികളിൽ നിന്നും എന്ത് ചെയ്തു, ഈ ഖിറാഅത്ത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സഹാബികൾ ആരിൽ നിന്ന് പഠിച്ചതാണ്? ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഖുർആൻ സ്വീകരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബാക്കൾ. അങ്ങനെയാണ് ഒടുവിൽ ആസിം റളിയല്ലാഹു അൻഹു വഴി നമ്മളിലേക്ക് ഇന്നത്തെ ഖുർആന്റെ രീതി ഉണ്ടല്ലോ, നമ്മൾ ഖുർആൻ ഓതുന്ന ശൈലിയൊക്കെ എത്തിയത് രീതി. ഓക്കെ, ഇനി ആ സനദാണ് പറയാൻ പോകുന്നത്. ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ സനദ്, ആ പരമ്പര, എങ്ങനെയാണ് ഖിറാഅത്ത് കിട്ടിയതെന്നുള്ള പരമ്പര. ആദ്യം സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആർക്ക് കിട്ടി? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടി. അവിടുന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, പിന്നീട് അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി റളിയല്ലാഹു അൻഹു, പിന്നീട് ഇമാം ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഒടുവിൽ ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ആ സനദ് പൂർത്തിയാവുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നാണ് തുടങ്ങിയത്. ആരുടെ സനദാണ്? ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ സനദ്. നോക്കി, ആ പരമ്പര, ശൃംഖല എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ്. തദ്രീബാത്തിലേക്ക് കടക്കാം.
ഒന്നാമത്തത് ഉത്തരം കണ്ടെത്താനാണ്. ഷെയ്ഖുൽ ഖുറ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇമാം ആസിം റളിയല്ലാഹു അൻഹു. 2 ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ഖിറാഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് ആരെയാണ്? ഉത്തരം അബു അബ്ദുറഹ്മാൻ ബിൻ ഹബീബി സുലമി റളിയല്ലാഹു അൻഹു. 3 ആരിൽ നിന്നാണ് ആസിം റളിയല്ലാഹു അൻഹു എന്നവർ ഖുർആൻ പഠിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞ അബു അബ്ദുറഹ്മാൻ ബിൻ ഹബീബി സുലമി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ആസിം റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ചത്. 4 ആരിൽ നിന്നൊക്കെയാണ് അബു അബ്ദുറഹ്മാൻ ഹബീബി സുലൈമി റളിയല്ലാഹു അൻഹു എന്നിവർ ഖുർആൻ സ്വീകരിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നീ സഹാബികളിൽ നിന്നും. രണ്ടാമത്തെ പ്രവർത്തനം അഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ സനദ് പൂർത്തിയാക്കാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബു അബ്ദുറഹ്മാൻ ഹബീബി സുലൈമി റളിയല്ലാഹു അൻഹു, ഇമാം ആസിം ബിൻ കൂഫി റളിയല്ലാഹു അൻഹു, ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു. ഓക്കെ, എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക. അല്ലാഹു തആല നല്ല ഹിഫ്സ് നൽകുമാറാവട്ടെ. വളരെ നല്ല രീതിയിൽ ഖിറാഅത്ത് പാരായണം ചെയ്യാനും പിഴവുകൾ സംഭവിക്കാതെ ഖുർആൻ പാരായണം ചെയ്യാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.